ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ 3 മുട്ട എടുത്തതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 2 ടേബിൾ ടീസ്പൂൺ കൊക്കോ പൗഡറും 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ചുടുവെള്ളവും 1 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 25-30 വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടും കൂടിയിട്ട് ആ ഡാർക്ക് കോമ്പൗണ്ട് നന്നായി മെൽറ്റ് അതുവരെ ചൂടാക്കിയിട്ട് നന്നായി മെൽറ്റായി തിളച്ച് വരുമ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ ടീസ്പൂൺ ഷുഗറും അതേപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അത് തിളപ്പിച്ച് അതും മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്ത് അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും എടുത്ത് അത് മെൽറ്റാക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഡ്രീം കേക്കിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് കേക്ക് ഇറക്കി വെച്ച് ആ ഷുഗർ സിറപ്പ് മൊത്തമായി അതിലേക്ക് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമുകളൊക്കെ ഓരോ ലെയറായിട്ട് നമുക്ക് അതിന് മേലെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയർ നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൊക്കോ പൗഡറും കൂടി അതിന് മേലെ വെതറിയ അടിപൊളി ഡ്രീം കേക്കായി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ.